പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ മനുഷ്യരിലും ഒരു ദൈവാംശമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ ജീവശ്വാസം, ആ റൂഹായെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലേക്ക് ദൈവം ഊതി. ത്രിയേക ദൈവം, ആ ത്രിയേക ദൈവത്തിൻ്റെ ശ്വാസം ആ മനുഷ്യരിലേക്ക് ഊതിയപ്പോൾ മനുഷ്യനിൽ ജീവൻ ഉളവായി വന്നു. ഇന്നതിനെ പല ആളുകളും പല പേരുകളിൽ വിളിക്കുന്നു എന്ന് നമുക്കറിയാം. അതിനെ ചിലർ വിളിക്കുന്നത് ഊർജം, എനർജി എന്നാണ്. ആ ഊർജം നമ്മിലെല്ലാമുണ്ട്, എല്ലാ മനുഷ്യരിലുമുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരിലുമുണ്ട്. അമാനുഷികമായ ആ ദൈവികമായ ഊർജം, ആ ഊർജ വലയം നമ്മെ ചുറ്റിയിരിക്കുന്നു. ഈ ലോകത്തിൽ മനുഷ്യനിൽ മാത്രമല്ല, സർവചരാചരങ്ങളിലും ഇത്തരത്തിൽ ദൈവികമായ ഊർജമുണ്ട്, എനർജി. അങ്ങനെ ഒരു നല്ല പോസിറ്റീവ് എനർജി, ആ ഊർജ വലയത്താൽ നാം ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ നെഗറ്റീവായ ചിന്തകൾ നമ്മിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നാമായി തന്നെ ആ തരത്തിൽ നെഗറ്റീവ് ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മിൽ തിന്മയുടേതായ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാ നെഗറ്റീവ് ചിന്തകളെയും പുറത്തു കളഞ്ഞുകൊണ്ട് പോസിറ്റീവായ ദൈവികമായ ഊർജത്തെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്ന വഴി ഒരു വലിയ ഫ്രീക്വൻസി നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലുമൊക്കെ ഉണ്ടാകുകയും അത് അനേകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ആ ദൈവികമായ ഊർജമുണ്ട്. എല്ലാ ചരാചരങ്ങളിലും, പക്ഷികളിലും, മൃഗങ്ങളിലും, ജീവനുള്ള എല്ലാറ്റിലും, ഒരുപക്ഷെ ജീവനില്ലാത്തതിലും ഉൾപ്പെടെ ആ തരത്തിൽ ജീവനെ കൊടുക്കുവാനായി സാധിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ഊർജം, ആ കാറ്റ്, ആ റൂഹ, അതിനെ നാം പരിശുദ്ധാത്മാവ് എന്ന് പറയും. ആ ത്രിയേക ദൈവത്തിൻ്റെ ആ വലിയ ഊർജ വലയം നമ്മെ ചുറ്റിയിരിക്കുന്നു. ഒരു തിന്മയ്ക്കും നമ്മെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.